الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിച്ച് അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃകാ യോഗ്യമായ ജീവിതം നമ്മളും പാഠമാക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചിരുന്നത്. ഹജ്ജിന്റെ സമയമാകയാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്നും വിശദീകരിക്കുന്നത്. നമ്മുടെ മഹല്ലിൽ നിന്നും 5 ആളുകൾ ഇപ്രാവശ്യം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യത്തോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭംഗിയായി വൃത്തിയായി അനുഷ്ഠിക്കുവാനും നമ്മളിലേക്ക് തന്നെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചെത്തുവാനുമുള്ള ഭാഗ്യം അല്ലാഹു അവർക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റെതായ ലക്ഷ്യമുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞത് അഖ്മിസ് സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ വേണ്ടി ഓർക്കുവാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ഭക്തിയുള്ളവരാകുവാൻ വേണ്ടി നോമ്പനുഷ്ഠിക്കുക. അതുപോലെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിശ്ചിതമായ ഒരു ഓഹരി നിർബന്ധമായും നിങ്ങൾ ദാനം ചെയ്യണമെന്ന് പറയുന്നത് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 5ാമത്തെ നിർബന്ധ ആരാധനാ കർമ്മമായ ഹജ്ജിന്റെ ലക്ഷ്യമല്ല. ആ ഹജ്ജ് കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നത് നാം മനസ്സിലാക്കേണ്ടത്. ഹജ്ജ് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ഇസ്ലാമിന്റെ ആണിക്കല്ലും അടിസ്ഥാന ശിലയും തൗഹീദാണ്. ആ തൗഹീദിലാണ് ഇസ്ലാം എന്ന മഹാസൗധം പടുത്തുയർത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ അതിൻ്റെ ഏറ്റവും ബലിഷ്ഠമായ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്താണ്, കലിമത്തു തൗഹീദാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒന്ന്, നീ മറ്റൊരു നാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് നീ ആദ്യമായി ആളുകളോട് പറയേണ്ടത്, പഠിപ്പിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. അതവർ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്താൽ പിന്നെ നീ അവരോട് നമസ്കാരത്തെക്കുറിച്ച് പറയുക, പിന്നീട് നീ അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുക. അപ്പൊ ജീവിതത്തിൽ ആദ്യമായി പഠിക്കേണ്ടത് നമസ്കാരമല്ല, നമസ്കാരത്തിന്റെ ഷർത്തും ഫർളുമല്ല, നോമ്പ് നോറ്റ് ശീലിക്കുകയുമല്ല, സകാത്ത് നൽകുകയുമല്ല. ആദ്യം പഠിക്കേണ്ടത് തൗഹീദാണ്. കാരണം അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ അടിസ്ഥാന ശില എന്ന് പറയുന്നത്. അത് ആ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിലുടനീളം നിറഞ്ഞു നിൽക്കുകയും ആ ഹജ്ജിൽ ആ ലാ ഇലാഹ ഉൾക്കൊള്ളാൻ വേണ്ടി അവനെ പ്രാപ്തനാക്കുന്ന വിധത്തിൽ ദിവസങ്ങളോളം അത് പ്രായോഗിക ജീവിതത്തിൽ പ്രകടമാക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് നീ മനസ്സിലാക്കുക എന്നാണ്. പണ്ഡിതന്മാർ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പഠിപ്പിച്ചു തരുന്നത് ലാ മഅബൂദ ഫിൽ വുജൂദി ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ തരപ്പെട്ടവനായി പടച്ചറപ്പല്ലാതെ മറ്റൊരാളുമില്ല എന്നതാണ് തൗഹീദ് എന്നാണ് പണ്ഡിതന്മാരായ ആളുകൾ പഠിപ്പിച്ചു തരുന്നത്. ഈ തൗഹീദ് എന്താണ്? അത് വിശദീകരിക്കുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതറിയാൻ വളരെ ലളിതമായ എളുപ്പമായ ഒരു മാർഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ആ സന്ദർഭം എന്തായിരുന്നു എന്ന് പഠിക്കുകയും പ്രവാചകൻ അവരെ കൊണ്ടുവന്നത് എവിടേക്കാണ് എന്ന് മനസ്സിലാവുകയും ചെയ്താൽ തൗഹീദ് എന്താണെന്നും മുൻകാലത്തുണ്ടായിരുന്ന ശിർക്ക് എന്താണെന്നും മനസ്സിലാകും. ഞാൻ ഇവിടെ ആ ഭാഗത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹജ്ജിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ഹജ്ജിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നതാണ്. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, ഇനി ഉംറക്കാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കും. ആ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ അവന്റെ ചുണ്ടുകൾ മന്ത്രിക്കേണ്ടത് ഈ തൗഹീദാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന കലിമത്തു തൗഹീദാണ് അവന്റെ ഉണർവിലും കയറ്റത്തിലും ഇറക്കത്തിലും അവന്റെ മുഴുവൻ സമയങ്ങളിലും അവൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ നിന്നാണ് ഹജ്ജ് തുടങ്ങുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അബൂജഹലും ഹാജിയായിരുന്നു, കൊടിയ മുശ്രിക്കായ ഉത്ബത്തും ഹാജിയായിരുന്നു. ആ മക്കയിലെ മുശ്രിക്കുകൾ അഖിലവും അവരൊക്കെ ഹാജിമാരായിരുന്നു. അവരൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ മുസ്ലിങ്ങളല്ല. എന്തുകൊണ്ട്? ഒന്ന്, പ്രവാചകനിൽ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ചെയ്തിട്ടുള്ള ആ ആളുകൾ അന്ന് പിറന്ന കുഞ്ഞിനെ പോലെ പരിശുദ്ധരാകും എന്ന് പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹജ്ജ് സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം പറഞ്ഞത് അവർ അവരുടെ തൽബിയത്തിൽ മായം ചേർത്തു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, കാനൽ മുശ്രികൂന യഖൂലൂൻ, മുശ്രിക്കുകളായ ആളുകൾ ആ ഹജ്ജ് കർമ്മത്തിൽ അവർ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ തവാഫ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇതാര് പറഞ്ഞതാ? മുഹമ്മദ് നബിയും അനുയായികളുമല്ല, മുശ്രിക്കുകളായ അബൂജഹലും ഉത്ബത്തും ശൈബത്തും മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞതാണ്. ഇത് പറയുമ്പോ, ഇത്രമാത്രം പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു, വൈലക്കും വഖദ് വഖദ്, ഇതൊക്കെ നാശം, നിർത്തൂ, അവിടെ നിർത്തൂ, അവിടുന്ന് അങ്ങോട്ടെങ്കിലും പറയല്ലേ. മുശ്രിക്കുകളോട് പ്രവാചകൻ പറയുകയാ, ഇവിടെ നിർത്തിക്കോളൂ. എവിടെ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്.
അവിടെ അവർ നിർത്തൂല. എന്നിട്ട് അവർ പറയും ഇല്ലാ ശരീകൻ ഹുവലക് തംലികുഹു വമാ മലക്. ഇതവർ കൂട്ടിപ്പറഞ്ഞു പ്രവാചകൻ പറഞ്ഞതിനപ്പുറം. അതുകൊണ്ട് അവരുടെ വിശ്വാസം തൗഹീദിന് വിരുദ്ധമായി ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുമെന്നും അവന്റെ വഹദാനിയത്തിനെ ഞാനിതാ ഉറപ്പിച്ചു പറയുന്നു എന്നും അവൻ ഉറക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് ഇല്ലാ ശരീകൻ ഹുവലക്. അവന് ചില പങ്കാളികളൊക്കെയുണ്ട്, ചില പങ്കുകാരൊക്കെയുണ്ട്. ആ പങ്കുകാരും അവൻ തംലികുഹു വമാ മലക്. ആ പങ്കുകാരെയും ഉടമപ്പെടുത്തിയത് നീ തന്നെയാണ്, അവർ ഉടമപ്പെടുത്തിയിട്ടുള്ളതും ഉടമപ്പെടുത്തിയത് നീയാണ്. അഥവാ സ്വതന്ത്രരായിട്ടുള്ള പങ്കാളികളല്ല. അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കും, അവരോട് ഞങ്ങൾ സഹായം തേടും, അവരോട് ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കും. പടച്ചവനെ, ഞങ്ങൾ ആവശ്യപ്പെടുന്ന, ഞങ്ങൾ സഹായം തേടുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്, ഇസ്മായിൽ നബിയാണ്, ലാത്തയാണ്, ഉസ്സയാണ്, മനാത്തയാണ്. ഈ ലോകത്ത്, ഈ രാജ്യത്ത് സർവാംഗീകൃതരായ, ഒരാൾക്കും എതിരഭിപ്രായമില്ലാത്ത മഹാന്മാരായ ആളുകളാണ്. അവരെ കൂടി ഞങ്ങൾക്ക് വേണം ശരീക്കുകളായി, അവരെ കൂടി ഞങ്ങൾക്ക് വേണം പങ്കാളികളായി. അതുകൊണ്ട് അവരോട് കൂടി ഞങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും പറയും എന്ന് പറഞ്ഞതാണ് അവർക്ക് പറ്റിയ തെറ്റ്. സമാനമായി ഈ കാലഘട്ടത്തിലെ ആളുകളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് ഉച്ചരിച്ചിട്ടുള്ള ആളുകളെയും നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക. ഈ പറഞ്ഞ രൂപത്തിലല്ലേ ഇന്നുള്ള ആളുകളും പറയുന്നത് അല്ലാഹുവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. മുശ്രിക്കുകളായ ആളുകൾ ബഹുദൈവ വിശ്വാസികളായിരുന്നില്ല, അവർ യുക്തിവാദികളായിരുന്നില്ല, അവർ നിരീശ്വരവാദികളായിരുന്നില്ല, ദൈവമില്ല എന്ന് പറയുന്നവരായിരുന്നില്ല. റുബൂബിയ്യത്ത് അവർ അംഗീകരിച്ചിരുന്നു. റബ്ബ്, ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ഒരു സൃഷ്ടാവില്ല എന്ന വിഷയത്തിൽ ആ നാട്ടിൽ എതിരഭിപ്രായമില്ല. ലാ മാലിക ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ രാജാധികാരനില്ല എന്ന വിഷയത്തിൽ ആ നാട്ടിൽ എതിരഭിപ്രായമില്ല. ലാ മുദബ്ബിറ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ കൈകാര്യകർത്താവില്ല എന്ന വിഷയത്തിലും അഭിപ്രായമല്ല. എന്നാണ് അതിന് അഭിപ്രായമുള്ളത്. മുദബ്ബിറുൽ അംറ്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പടച്ചോനല്ല, ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് പല മഖ്ബറകളിലും മന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരാണ് എന്ന് പണ്ഡിതന്മാരായ ആളുകൾ വേദികളിലൂടെ പറയുന്നത് ഇന്നാണ്. അഥവാ അന്നത്തെ മുശ്രിക്കുകൾ പറഞ്ഞതിനേക്കാൾ കൊടിയ ശിർക്കുകളാണ് ഇന്ന് പുരോഹിതന്മാരായ ആളുകളുടെ നാവുകളിലൂടെ വരുന്നത്. അവർ പറഞ്ഞത് മാലിക്കല്ലയാണ്, റാസിക്കല്ലയാണ്, ഖാലിക്കല്ലയാണ്, മുദബ്ബിറല്ലയാണ്, എല്ലാം അല്ലയാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മാത്രം ഞങ്ങൾ അംഗീകരിക്കൂല. ഇലാഹ്, ആരാധ്യൻ, ഞങ്ങൾക്ക് ഈ പറഞ്ഞ വിഷമവും പ്രയാസവും പറയാൻ അത് അള്ളാഹ് മാത്രമാണ് എന്ന് നമ്മൾ അംഗീകരിക്കൂല. അള്ളാഹ് ചോദിക്കുന്നു അവരോട്, നിങ്ങൾക്ക് വല്ല രൂപത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു ഭവിച്ചാൽ അത് നീക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വല്ല ഖൈറും അവൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അതിനെ തട്ടിമാറ്റാൻ കഴിവുള്ളവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. നിങ്ങളുടെ നന്മയും നിങ്ങളുടെ തിന്മയും ഇതെല്ലാം തന്നെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു അവരോട് ചോദിക്കുന്നു, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദാ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യാൻ ആരാണ് നിങ്ങൾക്കുള്ളത്? വയക്സിഫു സൂഅ, നിങ്ങളുടെ തിന്മകളെ മാറ്റാൻ കഴിവുള്ളവനും ആരാണ് നിങ്ങൾക്കുള്ളത്? വയജ്അലകും ഖുലഫാഅൽ അർള്, ഭൂമിയിൽ നിങ്ങളെ പിൻഗാമികളാക്കിയിട്ടുള്ളവൻ ആരാണ്? ഇലാഹും മഅല്ലാഹ്, ആ അള്ളാന്റെ കൂടെ മറ്റൊരു ഇലാഹുണ്ടോ? അപ്പോ ആദ്യം ഇഹ്റാമിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന ലബ്ബൈക് തൗഹീദിന്റെ പ്രഖ്യാപിത വാചകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് എന്ന് തുടങ്ങുന്ന ദിക്റുകൾ, പ്രാർത്ഥനകളാണ് അവൻ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയങ്ങളിലൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ ആ പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനത്തിലൂടെ, തൗഹീദ് പ്രഖ്യാപനത്തിലൂടെ അവൻ അതാ അവിടെ വെച്ചുകൊണ്ട് ആ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടുന്ന് രണ്ടാമത് അവൻ തവാഫ് ചെയ്യാൻ വേണ്ടി കഅബയിലേക്ക് എത്തുകയാണ്. ഉംറക്കായിരുന്നാലും ഹജ്ജിനായിരുന്നാലും അവിടേക്ക് എത്തിച്ചേരുകയാണ്. ആ കഅബ എന്ന് പറയുന്നത് ഭൂലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പവിത്രമാക്കിയിട്ടുള്ള സ്ഥലമാണ്.
ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ സ്ഥലമാണ്. ഇന്നാണ് ചിലർ പറയുന്നത് അത് വെറും കല്ലും മണ്ണും മാത്രമാണ്, അത് വെറും കല്ലും മണ്ണും മാത്രമാ. മുഹമ്മദ് വന്നപ്പോ എന്ത് പ്രത്യേകത അവിടെ ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. എന്താണ് കഅബക്കുള്ള പ്രത്യേകത? മുഹമ്മദ് നബിന്റെ വെല്ലിമ്മാൻ അവിടെ കുഴിച്ചിട്ടു എന്നതാണ്. പദത്തിൽ പോലും കുഴിച്ചിട്ടു. ആ പദം അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ പറഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കഅബക്കൊരു പ്രത്യേകതയില്ല. ഞാൻ മദീനയിൽ മരിക്കണമെന്ന് പോലും ഉദ്ദേശിക്കുന്നില്ല. ഹറമും മറ്റതും ഒക്കെ മദീനയൊക്കെ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങോട്ട് പോകൂല, അതിനൊരു പ്രത്യേകതയില്ല. മുസ്ലിം സമൂഹത്തോടാണ് ഈ പറയുന്നത്. നിങ്ങട്ട് അള്ള പറഞ്ഞത് ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധമുള്ള സ്ഥലം അത് കഅബയാണ് എന്നാണ്. ആ കഅബയിൽ അവരെത്തുന്നു, തൗഹീദ് പ്രഖ്യാപിക്കുന്നു, ബിസ്മില്ലാ അല്ലാഹു അക്ബർ. ഹജറുൽ അസ്വദിന്റെ നേരെ അവൻ നിന്നുകൊണ്ട് ആ തവാഫ് തുടങ്ങുന്ന ആ സമയത്ത് അവൻ അല്ലാഹു അക്ബർ, പടച്ചവനാണ് ഏറ്റവും വലിയവൻ, എന്റെ ജീവിതത്തിൽ അവനെ കഴിച്ചേ മറ്റെന്തുമുള്ളൂ, മറ്റാരുമുള്ളൂ എന്നവൻ പ്രഖ്യാപിച്ചുകൊണ്ടതാ അവിടെ വെച്ചുകൊണ്ട് അവൻ അതിന്റെ സ്ഥലങ്ങളിലൂടെ ആ തവാഫ് നിർവഹിക്കുകയാണ്. ആ തവാഫ് നിർവഹിക്കുമ്പോ അവൻ ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ കഴിക്കുമെങ്കിൽ ചുംബിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ നേരെ ആംഗ്യം കാണിക്കുന്നു. അതും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇന്നക അഅലം അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഉ, കല്ലേ എനിക്കറിയാം നീ ഒരു വെറും കല്ല് മാത്രമാണ് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രഖ്യാപനം ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈ വിഷയം അറിയാത്തത് കൊണ്ടല്ല. അവിടെ പോകുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ട കല്ലിലും ചുമരിലും തന്റെ കൈകളും വസ്ത്രങ്ങളും ഉരതി അതെല്ലാം കൊണ്ടുവരുന്നത് ഒരു ബർക്കത്താണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? കണ്ട മലയും കുന്നും കയറി അവിടെ നിന്നെല്ലാം കല്ലും മണ്ണും പെറുക്കിക്കൊണ്ടുവന്ന് അത് ബർക്കത്താണെന്ന് കരുതുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള ആളുകൾക്ക് പാഠമായി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കല്ലേ നീ വെറും കല്ലാണെന്ന് എനിക്കറിയാം, ലാ തദുറു വലാ തൻഫഉ, നീ ഉപകാരം ചെയ്യുകയില്ല, നീ ഉപദ്രവം ചെയ്യുകയില്ല. വലൗലാ അന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക, അല്ലാഹുവിന്റെ റസൂൽ, പുണ്യ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. ഉമർ അവിടെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ഈ കല്ലിനൊരു പ്രത്യേകതയുമില്ല. പ്രവാചകൻ ചെയ്ത ഒരു സുന്നത്ത് എന്നതിനപ്പുറം അതിന് യാതൊരു പ്രത്യേകതയുമില്ല. അവിടെ അവൻ പ്രാർത്ഥിക്കുന്നു. ആരോട് പ്രാർത്ഥിക്കുന്നു? നാം ഇവിടെ പല പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട്. ഇലാ ഹളറത്തിൻ നബിയ്യൽ ഫാത്തിഹ, പല സ്ഥലങ്ങളിലും നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇലാ ഹളറത്തിൻ നബിയ്യൽ ഫാത്തിഹ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് വൈലാ അർവാഹി എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വ മഖ്ബറകളിലേക്കും പാർസൽ അയക്കുന്ന ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ പ്രകടമായ തൗഹീദിന്റെ പ്രഖ്യാപനമായ ആ ഹജ്ജ് കർമ്മത്തിൽ എവിടെയെങ്കിലും ബിഹഖിൻ നബിയ്യി ബിജാഹി ഇബ്രാഹിം ബിഹഖി ഹാജറ ബീബി എന്ന് പറയുന്ന എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ നാടുകളിൽ ആ പ്രാർത്ഥനകളിൽ പല ആളുകളെയും ഹക്കും ജാഹും ബർക്കത്തും അതെല്ലാം മുഴങ്ങി കേൾക്കുന്ന ഒരുപാട് പ്രാർത്ഥനകളല്ലേ നമ്മൾ കേൾക്കുന്നത്? അതുപോലെ ഫാത്തിഹകൾ ഓതിയിട്ട് സർവ്വ മഖ്ബറകളിലേക്കും പാർസൽ അയക്കുന്ന പ്രാർത്ഥനകളല്ലേ നമ്മൾ കേൾക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹു, സ്വഹാബികളാണ് രണ്ടുപേരും, മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കൽ ഈ വർഷം എത്രയെത്ര ആളുകളാണ് ഹജ്ജ് കർമ്മം ചെയ്യാൻ വന്നത്, എത്രയെത്ര ഹാജിമാരാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, മുജാഹിദേ നീ അങ്ങനെ പറയല്ലേ. മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറയുകയാണ്, അങ്ങനെ പറയണ്ട, എത്രയെത്ര യാത്രാ സംഘങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. കാരണം ഇവരൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിലുള്ള ഹജ്ജായി കൊള്ളണമെന്നില്ല. പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജ് അള്ളാഹ് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് എത്രയെത്ര യാത്രാ സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹാജിമാർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നവർ എന്ന് നീ പറയണ്ട എന്ന് പറയുകയാണ്. ആ തവാഫ് ചെയ്തുകൊണ്ട് അവിടെ യഥാ ഏകനായ റബ്ബിനെ മാത്രം, അവന്റെ ഇടയിൽ പങ്കുകാരില്ല, അവന്റെ ഇടയിൽ ഏതെങ്കിലും
ഏതെങ്കിലും രൂപത്തിലുള്ള ഔലിയാക്കളോ മുഖറബീങ്ങളോ യാതൊന്നും തന്നെ പ്രതിഷ്ഠിക്കപ്പെടുന്നില്ല. ആ തവാഫ് കഴിഞ്ഞ് നേരെ പോകുന്ന മഖാമു ഇബ്രാഹിമിലേക്ക് അവിടെ ചെന്നുകൊണ്ട് ആ ചരിത്രങ്ങൾ മുഴുവനും അവൻ ഓർക്കുകയാണ്. ആ പരിശുദ്ധമായ കഅബാലയം പടുത്തുയർത്തിയിട്ടുള്ള ആ രംഗങ്ങൾ. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിൽ ഓതാനുള്ള ആയത്തുകൾ, സൂറത്തുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണ് ആ സൂറത്ത്? ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും. എന്താണ് ആ സൂറത്തുകൾക്കുള്ള പ്രത്യേകത? അത് തൗഹീദിന്റെ കഴമ്പാണ്, തൗഹീദിന്റെ കാമ്പാണ്, തൗഹീദിന്റെ പൊരുളാണ്. സൂറത്തുൽ ഇഖ്ലാസും അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂനും. അത് അവിടെ വെച്ച് ഓദിക്കുകയാ. അവിടെ നിന്ന് ആ തൗഹീദ് മഖാമു ഇബ്രാഹിമിൽ നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഇടയാളന്മാരില്ലാതെ പടച്ച റബ്ബിലേക്ക് നേർക്ക് നേരെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി. എന്നെപ്പറ്റി എന്റെ ദാസൻ നിന്നോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്ക്, ഇന്നി ഖരീബുൻ, ഞാൻ അടുത്തവനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്ന് ഖുർആൻ പറഞ്ഞ ആ രൂപത്തിൽ തന്നെ ഓരോ ഹാജിയും അവിടെ വെച്ചുകൊണ്ട് അവനതാ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. മറ്റ് സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടും അങ്ങനെ തന്നെ കരളുരുകി കണ്ണീരൊലിപ്പിച്ച് വികാരഭരിതനായി റബ്ബിനോട് മാത്രം ഇടക്കവരെ ആരെയും വെക്കുന്നില്ല. ഒരു പുരോഹിതന്റെയും നേതൃത്വമില്ല. പടച്ചവനോട് അവനറിയുന്ന ഭാഷയിൽ പടച്ചവനോട് ചോദിക്കുകയാണ്. അങ്ങനെ മഖാമു ഇബ്രാഹിമിൽ നിന്ന് അവനതാ സഴി നടത്താൻ വേണ്ടി പോവുകയാണ്. സ്വഫയുടെയും മർവയുടെയും അടുക്കലേക്ക് പോകുന്നു. വിശുദ്ധ ഖുർആൻ അവിടെ വെച്ചുകൊണ്ട് ആ സഴി തുടങ്ങുന്ന സമയത്ത് ചൊല്ലാൻ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ബഖറയിലെ 158ാമത്തെ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ ആ ആയത്ത് ചൊല്ലിയതിനു ശേഷം എന്നിട്ട് ഖുർആൻ അവിടെ പറയുന്നത് ഫമൻ ഹജ്ജൽ ബൈത അവിഴ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. അവിടെ വെച്ചുകൊണ്ട് ആരെങ്കിലും ആ ഹജ്ജ് കർമ്മത്തിനിടയിൽ അവിടെ അതിനെ ചുറ്റാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, അവിടെ സഫാ മർവക്കിടയിൽ സഞ്ചരിക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ലാ ജുനാഹ, നിങ്ങൾക്ക് കുഴപ്പമില്ല, തെറ്റില്ല, അത് നിങ്ങൾ ചെയ്യണമെന്നല്ല. ഖുർആന്റെ അവിടെ പ്രയോഗം ലാ ജുനാഹ എന്നാണ്. ഒരു തെറ്റില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നു, അന്ന് പുരാതന കാലത്ത് ജാഹിലിയ്യത്തിൽ മുശ്രിക്കുകളുടെ കാലഘട്ടത്തിൽ അവിടെ സഫയുടെ മുകളിൽ ഒരു മഹാന്റെ, ഒരു വലിയിന്റെ വിഗ്രഹമുണ്ടായിരുന്നു. ഇസാഫ് എന്ന പേരിലുള്ള ഒരു വിഗ്രഹം. അതുപോലെ തന്നെ മർവയുടെ മുകളിൽ നായില എന്ന പേരുള്ള വേറൊരു മഹാന്റെ, ഒരു മുഖറബിന്റെ, ഒരു വലിയിന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു. അവർ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഇസാഫിന്റെയും നായിലയുടെയും അടുക്കൽ ചെന്നുകൊണ്ട് അവരുടെ വേദനകൾ പറയുകയും പ്രാർത്ഥിക്കുകയും അവർ ഇബാദത്തുകൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ സഹാബികൾക്ക് ചിലർക്ക് സംശയം, ഞങ്ങൾ അന്ന് ഈ വിഗ്രഹങ്ങളോട്, പ്രതിഷ്ഠകളോട്, ഈ ആളുകളോട് പ്രാർത്ഥിച്ച ആ സ്ഥലത്ത് തൗഹീദിന്റെ പ്രഖ്യാപനവുമായി വന്ന് പ്രാർത്ഥിക്കുകയോ? അപ്പൊ അല്ലാഹ് ആയത്തുകളിലൂടെ, പ്രവാചകനിലൂടെ പിന്നീട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അന്നത് ശിർക്കിന്റെ കേന്ദ്രമായിരുന്നുവെങ്കിൽ ഇന്നിതാ ഇനി തൗഹീദിന്റെ കേന്ദ്രമാണ്. ഇന്ന് മുതൽ ആ സഫാ മർവക്കിടയിൽ അത് തൗഹീദിന്റെ കേന്ദ്രമാണ്. അതുകൊണ്ടാണ് ആ തവാഫ് തുടങ്ങുന്ന, ആ സഴി തുടങ്ങുന്ന സമയത്ത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജദ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവന്റെ സഴി ആരംഭിക്കുന്നത്. അള്ളാഹുവിന്റെ ഏകത്വം വിളംബരം ചെയ്യുകയാണ് അവിടെയും ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഏകത്വം, തൗഹീദ് വിളംബരം ചെയ്യുകയാണ് ആ സഫാ മർവക്കിടയിലുള്ള ആ സഴിയിലൂടെയും അതിന്റെ ദിക്റുകളിലൂടെ, അതിന്റെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പിന്നീട് അവൻ അവിടെ നിന്ന് പോകുന്നത് അറഫയിലേക്കാണ്. അറഫ എന്ന് പറയുന്നത് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ഹജ്ജ് അറഫയില്ലെങ്കിൽ അവന് ഹജ്ജില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അറഫയിൽ അവൻ ഉച്ചയ്ക്ക് ശേഷം അവൻ പ്രാർത്ഥിക്കുകയാണ്. ആരോടാണ്
ആരാണ് പ്രാർത്ഥിക്കുന്നത്? നാട്ടിൽ പ്രാർത്ഥിച്ച പലരുമുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖുണ്ട്, ബദരീങ്ങളുണ്ട്, മമ്പറത്ത് തങ്ങളുണ്ട്, CM മടവൂരുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ, മുസ്ലിം സമൂഹത്തിന്റെ പരിചയമുള്ള ആളുകളുണ്ട്. രോഗം വന്നാൽ അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ. അവർ അങ്ങനെ മാറ്റിയിട്ടുണ്ട്, ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്, നുള്ളിയെടുത്തിട്ടുണ്ട്, ഒപ്പിയെടുത്തിട്ടുണ്ട്, അങ്ങനെ പല രൂപത്തിൽ അവർ മാറ്റിയിട്ടുണ്ട്. അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് നാഴികയ്ക്ക് 40 വട്ടം കേൾക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ എന്തും പറയാൻ പറ്റുന്ന ഒന്നാമത്തെ ആകാശത്തിലേക്ക് പടച്ചവനും മലായികത്തും ഇറങ്ങി വരുന്ന നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ചോദിച്ചുകൊള്ളൂ, ഞാൻ തരാം എന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ അറഫയിൽ വെച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു. ആരോട്? റബ്ബിനോട് മാത്രം. അവിടെ ഹക്കിനെ കുറിച്ച് പറയുന്നില്ല, അവിടെ ജാഹിനെ കുറിച്ച് പറയുന്നില്ല, അവിടെ ബർക്കത്തിനെ കുറിച്ച് പറയുന്നില്ല. നേർക്കു നേരെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് പ്രാർത്ഥനകൾ ഉയരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ ഇടത്തട്ട് കേന്ദ്രങ്ങളില്ല, ഇസ്ലാമിൽ മഖബറ സംസ്കാരമില്ല, ഇസ്ലാമിൽ അത്തരത്തിലുള്ള ശിർക്കിലേക്ക് നയിക്കുന്ന വഴികളൊന്നുമില്ല. നേർക്കു നേരെ രക്ഷിതാവിലേക്ക് പോകുവാനുള്ള മേഖലകളെ കുറിച്ചാണ്, കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ആ അറഫയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനകൾ, നിരന്തരമായ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് അവൻ പിന്നീട് കല്ലേറ് നടക്കുന്ന സ്ഥലങ്ങളിൽ പോകുന്നു. അതുപോലെ അവിടെയും ഈ പറഞ്ഞ രൂപത്തിൽ ആരെയും കൂട്ടിച്ചേർത്തുകൊണ്ടോ ആർക്കെങ്കിലും ഒരു പാർട്ടിയെ വിളിച്ചുകൊണ്ടോ ഏതെങ്കിലും ഒരു പുരോഹിതന്റെ നേതൃത്വത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ ഉള്ള പ്രാർത്ഥനകൾ അവിടെയൊന്നും നമുക്ക് കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതാണ് ഹജ്ജിന്റെ കാമ്പ് എന്ന് പറയുന്നത്, ഹജ്ജിന്റെ പൊരുൾ എന്ന് പറയുന്നത്, അതിന്റെ അകക്കാമ്പായി മനസ്സിലാക്കേണ്ട തൗഹീദ് എന്ന് പറയുന്നത്. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹജ്ജിന്റെ തുടക്കം തൊട്ട് ആ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളും ദിക്റുകളും ചെയ്ത് തിരിച്ചു വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നാട്ടിലെത്തിയാൽ പടച്ചവന്റെ കൂടെ മറ്റൊരാളെ കൂട്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുക? പടച്ചവന്റെ കൂടെ ഒരു പങ്കാളിയെ കൂടി നിശ്ചയിക്കുവാൻ സാധിക്കുക? അവിടെയൊന്നും സഹായികളെ ആവശ്യമില്ല എന്ന് പ്രവർത്തനത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ദിനങ്ങളിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വന്ന് മരണപ്പെടുന്നത് വരെ ഈ ഒരു തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്നതാണ് ഹജ്ജ് കർമ്മം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പലപ്പോഴും ഹജ്ജിന് പോകുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? ഹജ്ജിന് പോകുന്നതിന് മുമ്പേ പല മക്ബറകളിലും പോയിട്ട് പൊരുത്തം വാങ്ങുന്നു. പല മക്ബറകളിലും പോയി പൊരുത്തം വാങ്ങുന്നു. ഞങ്ങൾക്ക് സുഖയാത്ര കിട്ടണം, ഞങ്ങൾക്ക് ആരോഗ്യമുണ്ടാകണം, അവിടെ വിഷമം കൂടാതെ ആരാധനകൾ നിർവഹിക്കാൻ കഴിയണം എന്ന് മക്ബറകളിൽ കയറിയിറങ്ങിക്കൊണ്ട് അവിടത്തേക്ക് ആവശ്യമായ സംഭാവനകൾ നൽകിക്കൊണ്ട് അങ്ങനെ മക്ബറകൾ കയറിയിറങ്ങുകയാണ്. എന്നിട്ട് പോകുന്ന വഴികളിൽ ഈ പ്രാർത്ഥനകൾക്കപ്പുറം അവർക്ക് അവരുടെ കൈകളിൽ മാലകളോ മൗലീദ് കിതാബുകളോ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, പ്രധാനമായും അറഫയുടെ ടെന്റുകളിൽ പോലും അവർ ഈ മാലയും ചൊല്ലി കുത്തിയിരിക്കുകയാണ്, ഈ മൗലീദുകൾ പാരായണം ചെയ്യുകയാണ്. പുരോഹിതന്മാർ അവരെ യഥാർത്ഥ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നില്ല. കാരണം അവരുടെ ഉപജീവനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നേരിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ അവർ പറയുന്നില്ല. അങ്ങനെ ഈ മാലകളും മൗലിദുകളുമായി ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ കയറിയിറങ്ങി ആദ്യം തന്നെ അവർ നേർച്ച നേർന്നിട്ടുണ്ടാകും. ഒരു പ്രശ്നവുമില്ലാതെ, പ്രയാസവുമില്ലാതെ തിരിച്ചെത്തിയാൽ ഞങ്ങളിതാ ഇവിടെ വരാം, വേറൊരു മക്ബറയിൽ അവിടെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നേർച്ച നേർന്നിട്ടുള്ള ആ മക്ബറകൾ മുഴുവനും വീണ്ടും കയറി ഇറങ്ങുകയാണ്. ഇവരെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നൽകിയിട്ടുള്ള ഉത്തരം: അവരൊന്നും ഹജ്ജ് ചെയ്തവരല്ല. കാരണം ഹജ്ജിന്റെ പൊരുൾ അവർ അറിഞ്ഞിട്ടില്ല, ഹജ്ജിന്റെ തൗഹീദ് അവർ ഉൾക്കൊണ്ടിട്ടില്ല. ഓരോ ദിനങ്ങളിലും ഓരോ സ്ഥലങ്ങളിലൂടെ നടന്നു എന്നതല്ലാതെ എന്തിനാണ് ഹജ്ജ് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. ഏകനായ സിട്ടാവിനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുവാനാണ്. ആ സിട്ടാവിന്റെ വെളിച്ചം, അവൻ നൽകുന്ന വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് സർവ്വ ആരാധ്യന്മാരെയും സഹായികളെയും
അഭൗതികമായ രൂപത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമായിക്കൊണ്ട് നമ്മെ സഹായിക്കും രക്ഷിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നാം ഏതെല്ലാം കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം നാം ചെയ്യുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ ആരാധന എന്ന് പറയാം. വിശദീകരിക്കാൻ സമയമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിലുടനീളം എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ നടത്തൂ എന്ന പാഠമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഞാൻ ഇനി പടച്ചോനല്ലാതെ വേറൊരാൾക്കും നേർച്ച നേരൂല, പടച്ചവനോടല്ലാതെ മറ്റൊരാളോടും ദുആ ചെയ്യൂല, പടച്ചവനോടല്ലാതെ മറ്റൊരാളോടും സഹായം തരൂല, പടച്ചവനോടല്ലാതെ മറ്റൊരാളോടും രക്ഷക്കപേക്ഷിക്കൂല. ഇതാണ് ഞാൻ ഹജ്ജിൽ പഠിച്ചത്, ഇതാണ് ഞാൻ മരണം വരെ പ്രാവർത്തികമാക്കുക എന്ന തൗഹീദ് ആ ഹജ്ജിലൂടെ ഉൾക്കൊള്ളാൻ സാധിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരടക്കം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെയും ഈ പറഞ്ഞ തൗഹീദ് ഹജ്ജിലൂടെ അത് ഊർജമായി സ്വീകരിക്കുവാനും ജീവിതത്തിൽ അത് വെളിച്ചമായി ഉപയോഗിക്കുവാനും സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത് ഉസീകും ഇബാദുല്ലാഹി വ നഫ്സി താനിയം തഖ്വ. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുക. ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരാൾ ചോദിച്ച ഒരു സംശയം, നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ കൈകൾ ഉയർത്തുന്നതിൻ്റെ വിധി എന്താണ്? അങ്ങനെ ഉയർത്തേണ്ടതുണ്ടോ? ഉയർത്താൻ പാടുണ്ടോ? ഉയർത്തിയാൽ അത് തെറ്റാണോ എന്നതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പ്രാർത്ഥനയുടെ പൊതുമര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പൊതുമര്യാദകളിൽ ഒന്ന്, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ യസ്തഹി ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റൻ ഖായിബതൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജയുള്ളവനാണ്. തൻ്റെ ഒരു ദാസൻ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് അവനോട് വല്ലതും ചോദിച്ചാൽ അത് വെറുതെ ഒന്നും നൽകാതെ തിരിച്ചയക്കുക എന്ന കാര്യത്തിൽ അള്ളാഹു ലജ്ജയുള്ളവനാണ് എന്ന ഒരു തിരുവചനം ഇമാം തുർമുദിയും നസായിയും ഹാക്കിമുമെല്ലാം ഉദ്ധരിക്കുന്ന ആ ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത്, പ്രാർത്ഥനാ സമയത്ത് കൈകൾ ഉയർത്തുക എന്നുള്ളത് മിൻ ആദാബി ദുആഇ, അത് പ്രാർത്ഥനയുടെ മര്യാദകളിൽ പെട്ടതാണ്. മറ്റൊന്ന് മിൻ അസ്ബാബി ഇജാബത്തി ദുആഇ, പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യാനുള്ള ലഭിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് എന്നാണ്. ഇമാം മുബാറക് പൂരി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് തന്റെ തുഹ്ഫത്തുൽ അഹ്വദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, വഫിൽ ഹദീസി ദലാലത്തുൻ അലാ ഇസ്തിഹ്ബാബി റഫ്ഉൽ യദൈനി ഫി ദുആഇ വൽ അഹാദീസു ഫീ കസീറ. ഈ ഹദീസിൽ തെളിവുണ്ട്, പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈകൾ ഉയർത്താം, അത് നല്ലതാണ് എന്നതിന് ഇതിൽ തെളിവുണ്ട്. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകളുമുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈകൾ ഉയർത്താം എന്നതിന് ധാരാളം ഹദീസുകളുണ്ട്. അത് സ്വഹീഹായി വന്നിട്ടുള്ളവ തന്നെ. ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് നമസ്കാര ശേഷം പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ഉയർത്താൻ പറ്റുമോ എന്നാണ്. ഒരു വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവായി ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം ഭാഗികമായി ചില സ്ഥലങ്ങളിൽ പറ്റുകയില്ല എങ്കിൽ അത് പ്രവാചകൻ തന്നെ പ്രത്യേകം പറയും. ഉദാഹരണമായിക്കൊണ്ട് ഖബർ സിയാറത്തിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹ, ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു, ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്തുകൊള്ളുക എന്ന്. ഖബർ സിയാറത്ത് സുന്നത്താണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിന്റെ അടുക്കൽ എന്തൊക്കെ പാടില്ല എന്ന് പറഞ്ഞു. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സൽ ഖബർ വ യുബ്ന അലൈഹി വ യുഖാദ അലൈഹി, കുമ്മായിടാൻ പാടില്ല, കെട്ടി ഉയർത്താൻ പാടില്ല, അതിന്മേൽ ഇരിക്കാൻ പാടില്ല. അതുപോലെ തജിയൽ ഖബരി വസനൻ യുബദ്, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധനാ സ്ഥലമാക്കരുത്. അപ്പൊ ഖബർ സന്ദർശിക്കാം എന്ന് പൊതുവായി പറഞ്ഞ പ്രവാചകൻ അവിടെ പാടില്ലാത്തത് എന്തെന്ന് പ്രത്യേകമായി കൊണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേർച്ചയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നേർച്ച ഇസ്ലാമിൽ അനുവദനീയമായ, അള്ളാഹുവിനുള്ള നേർച്ച അനുവദനീയമാണ്. എന്നാൽ എന്തിനൊക്കെ നേർച്ച നേരാൻ പാടില്ല എന്നത്. എന്നാൽ അതുപോലെ ഒരു വിരോധം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് അത് കൈകൾ ഉയർത്തുക എന്നത് പുണ്യമാണ്, നല്ലതാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഇന്ന സമയങ്ങളിൽ കൈകൾ ഉയർത്താൻ പാടില്ല എന്ന് പ്രത്യേകം വിശദീകരിച്ചിട്ടില്ലാത്തതിനാൽ ഏത് സമയത്തെ പ്രാർത്ഥനകളിലും കൈകൾ ഉയർത്താവുന്നതാണ്.
എന്നാൽ കൈകൾ ഉയർത്തുക എന്നുള്ളത് പ്രാർത്ഥനയുടെ ഒരു അവിഭാജ്യ ഘടകമല്ല. അങ്ങനെ കൈകൾ ഉയർത്തിയാലേ പ്രാർത്ഥന ശരിയാവൂ എന്ന ഒരു വാദവും രീതിയും ആർക്കുമില്ല. ആവശ്യപ്പെടുന്ന ദുആ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ വേണമെങ്കിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. പല സമയത്തും നമ്മൾ കൈകൾ ഉയർത്താറില്ല. സലാം വീട്ടിയ ശേഷം നാം അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ, ഇത് പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ കൈകൾ ഉയർത്താറില്ല. അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, പ്രാർത്ഥനയാണ്. നമ്മൾ കൈകൾ ഉയർത്താറില്ല. അപ്പൊ പല സമയങ്ങളിലും പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആൾ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക, കൈ ഉയർത്തിക്കൊണ്ടല്ല പറയുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, കൈ ഉയർത്തുന്നില്ല. അപ്പോ പല സ്ഥലങ്ങളിലും നമ്മൾ കൈ ഉയർത്താതെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പ്രാർത്ഥനയ്ക്ക് ഒരു കോട്ടവും വരുത്തുന്നില്ല. എന്നാൽ പ്രാർത്ഥനകൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ഒഴിഞ്ഞിരിക്കുന്ന, പ്രത്യേകമായിരിക്കുന്ന ഒരു സമയമാണ് നമസ്കാരത്തിന് ശേഷം എന്ന് പറയുന്നത്. അപ്പോ ആ പ്രാർത്ഥനയുടെ മര്യാദകൾ മുഴുവൻ കാണിക്കുകയും വിനയത്തിന്റെ അടയാളമായി പറഞ്ഞിട്ടുള്ള ഈ കൈകൾ ഉയർത്തുക എന്നത് അത് നല്ലതാണ്, ഗുണകരമാണ് എന്നതാണ് കൂടുതൽ അടുപ്പമുള്ള കാര്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അല്ലാഹു അഅലം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് സഹോദരിമാർ നമ്മുടെ മഹല്ലിൽ നിന്ന് ഇഹലോകവാസം കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടു പേർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നിന്നുള്ള കവാടം അവരുടെ ഖബറിലേക്ക് തുറക്കപ്പെടുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു സഹോദരി നമ്മുടെ ഹൗമിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാശ് സംഭാവനയായി നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അവർക്ക് എല്ലാവർക്കും നൽകുകയും ചെയ്യുമാറാവട്ടെ. ഇന്ന് പള്ളിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഹൗലിന്റെ അടുത്ത് കൂടി ഇങ്ങനെ വരുമ്പോൾ ഒന്ന് സ്പീഡിൽ നടന്നാൽ വീഴുന്ന രൂപത്തിൽ ഒരു വഴുക്കും കാര്യമൊക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അതിന്റെ പണി തീർക്കേണ്ടത് എല്ലാ ആളുകളും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഈ കാര്യത്തിലേക്ക് നൽകണം. അപ്പം ഞാൻ ട്രെയിനിൽ പോരുന്ന സമയത്ത് ഒരു 35 കൊല്ലത്തോളം ഗൾഫിൽ നിന്നിരുന്ന ഒരാൾ, അയാൾപ്പം വന്നിട്ട് 10-12 കൊല്ലമായിട്ട് ആ നാട്ടിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു തൊഴിലില്ലാതെ നടക്കുകയാണ്. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് ആ തൊഴിലിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അന്ന് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ FD ആയിട്ട് ബാങ്കിൽ, മുസ്ലിം അല്ല വേറൊരാളാണ്, അമുസ്ലിമായ സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞു FD ഉണ്ട് എനിക്ക് ബാങ്കിൽ, അതിൽ നിന്ന് കിട്ടുന്ന ആദായം മതി, പലിശ മതി, ഇൻട്രസ്റ്റ് മതി എനിക്കും കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മളെ ഇൻട്രസ്റ്റ് ഈ ദുനിയാവിൽ നിക്ഷേപിച്ചിട്ട് പഠിച്ചുകൊണ്ടെത്തുന്നെടുക്കുന്നതാണ്. അത് അവിടുന്ന് കിട്ടും കണക്കില്ലാതെ. ഇവിടുന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ല, ആ ശതമാനമല്ല, കണക്കില്ലാത്ത അത്ര. അതുകൊണ്ട് ദുനിയാവിൽ ഇതുള്ളത് മുഴുവനും കെട്ടിപ്പൂട്ടി വെക്കാതെ, അല്ലെങ്കിൽ അനന്തരാവകാശികളായ ആളുകൾക്ക് ഇതെല്ലാം പിടിച്ചു വലിച്ച് വാരി വലിച്ച് അവർ തിന്നട്ടെ എന്ന് വിചാരിച്ചു വെക്കാതെ ഏറ്റവും പുണ്യകരമായ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ സഹോദരന്മാരും സഹോദരികളും ഒന്ന് കൈകോർത്ത് നിന്നാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഈ പണി തുടരാനും നിലക്കാത്ത രൂപത്തിൽ പൂർത്തീകരിക്കാനും കഴിയും. എല്ലാവരുടെ മനസ്സിലും ഇത് ശ്രദ്ധയിലുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ചിന്തിക്കുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ തൗഹീദ് എന്ന് പറയുന്ന ആശയം, അതിന്റെ കഴമ്പ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഹാജിമാർക്കും ഹജ്ജിന് പോകാത്ത ആളുകൾക്കും ആ തൗഹീദിന്റെ വെളിച്ചത്തിൽ ജീവിക്കുവാനുള്ള തൗഫീഖ് നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഈമാനോടുകൂടി മരണപ്പെട്ടു പോവുകയും നിന്റെ സ്വർഗം കരസ്ഥമാക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.